കേരളക്കര ഇന്നും ആ ഞെട്ടലിൽ നിന്നും മുക്തമായിട്ടില്ല. മെയ് 4 ആ പകൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും ഓരോരോ വാർത്തകൾ വരുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പരസ്പരം നോക്കി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? കേരളത്തിൽ താമര വിരിയില്ല, അതൊക്കെ വെറും ചെളിക്കുണ്ടിൽ നൽകും. കേരളത്തിൻ്റെ മണ്ണിൽ BJPക്ക് സ്ഥാനമേ ഇല്ല. ഇങ്ങനെയൊക്കെ പരിഹാസം ഉയർന്ന സമയത്ത് ഇങ്ങനെ പരിഹസിച്ചവരുടെയൊക്കെ പ്രവചനം കണ്ട് മുനയൊടിഞ്ഞ ചരിത്ര നിമിഷം തന്നെയായിരുന്നു വന്നത്. ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് CPM-ഉം മാറി മാറി ഭരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ക്രീസിലേക്ക് ഒരു കോർപ്പറേറ്റ് ടൈക്കോണിൻ്റെ ഷാർപ്പായ ബുദ്ധിയുമായി രാജീവ് ചന്ദ്രശേഖർ എന്ന നായകൻ ഇറങ്ങി വന്നപ്പോൾ മാറിയത് വെറുമൊരു തിരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് BJPയുടെ ഈ വിജയ ഫോർമുലയെക്കുറിച്ചാണ്. പൂട്ടിയ അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, അത് 3 വർദ്ധിപ്പിക്കുകയും 6 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്ത ആ അത്ഭുതത്തിന് പിന്നിലെ മാസ്റ്റർ പ്ലാൻ എന്താണ്? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരി തന്നെ പിടിച്ചടക്കി കൊടുത്ത ആ തന്ത്രം എന്താണ്? ഏറ്റവും പ്രധാനമായി 2031 BJP കേരളം ഭരിക്കുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തറപ്പിച്ച് പറയുന്നതിന് പിന്നിലെ ഞെട്ടിക്കുന്ന കണക്കുകൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ്സുകാരൻ്റെ കൃത്യതയോടെ രാഷ്ട്രീയത്തെ സമീപിച്ച RC എന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി എങ്ങനെ കേരള BJPയുടെ മുഖച്ഛായ തന്നെ മാറ്റി? ഇതാ കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ വിശകലനം. രാജീവ് ചന്ദ്രശേഖർ കേരള BJPയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഗ്രൂപ്പ് വഴക്കുകളും താഴെത്തട്ടിലെ ഏകോപനമില്ലായ്മയും പാർട്ടിയെ തളർത്തിയ സമയമായിരുന്നു അത്. അവിടെയാണ് അദ്ദേഹം തൻ്റെ ബിസിനസ് ബുദ്ധി പുറത്തെടുത്തത്. ഒരു പ്രൊഫഷണൽ CEO തൻ്റെ കമ്പനിയെ നയിക്കുന്നത് പോലെ അദ്ദേഹം പാർട്ടിയെ സമീപിച്ചു. രാഷ്ട്രീയത്തെ വെറും മുദ്രാവാക്യങ്ങളിൽ ഒതുക്കാതെ കൃത്യമായി ഡാറ്റ ഉപയോഗിച്ച് അദ്ദേഹം വിശകലനം ചെയ്തു. ഓരോ മണ്ഡലത്തിലും, അതായത് ഈ 140 മണ്ഡലങ്ങളിലും BJPക്ക് എവിടെയാണ് വോട്ട് കുറയുന്നത്, എവിടെയാണ് സാധ്യതയുള്ളത്, ഏത് വിഭാഗം ആളുകളാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പാർട്ടിയോട് അടുപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം അദ്ദേഹം ഒരു ശാസ്ത്രീയ പഠനത്തിന് തന്നെ വിധേയമാക്കി. അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം മൈക്രോ മാനേജ്മെന്റ് ആയിരുന്നു. നേതാക്കൾ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ മാത്രം വോട്ട് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തിലും കൃത്യമായ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരെ അദ്ദേഹം നിയമിച്ചു. അവർക്ക് പരിശീലനവും നൽകി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനും അതിന് പരിഹാരം കാണാനുമായി അദ്ദേഹം താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പ്രാപ്തരാക്കിയെടുത്തു. രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങൾ ആദ്യം ഫലം കണ്ടത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ ആ പോരാട്ടത്തിൽ BJP നേടിയെടുത്ത മുന്നേറ്റം അവിശ്വസനീയം തന്നെ ആയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നത് BJPയുടെ ചിരകാല സ്വപ്നമായിരുന്നു. അത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണെന്ന് ഓർക്കണം. അത് വെറുമൊരു സ്വപ്നമായി അവശേഷിക്കുമെന്ന് കരുതിയവരുടെ വായടപ്പിച്ചുകൊണ്ട് സിറ്റിംഗ് ഭരണസമിതി അഥവാ LDFനെ വിറപ്പിച്ചുകൊണ്ട് BJP അവിടെ കരുത്ത് കാട്ടി. ഇത് വെറുമൊരു യാദൃച്ഛികതയായിരുന്നില്ല. നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരുടെ വികസനത്തോടുള്ള ആഭിമുഖ്യം കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം നടത്തിയ ക്യാമ്പയിനുകളുടെ ഫലമായിരുന്നു അത്. ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ BJP വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. പഴയകാല വോട്ട് വിഹിതങ്ങളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് പല പഞ്ചായത്തുകളിലും BJP ഭരണം പിടിക്കുകയും അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമാവുകയും നഗരസഭയുടെ ചെയർമാൻ ആവുകയും ഒക്കെ ചെയ്തു. കേരളത്തിൽ BJPക്ക് വളരാൻ പറ്റില്ല എന്ന പല്ലവിക്ക് ആദ്യത്തെ തിരിച്ചടി നൽകിയത് ഈ തദ്ദേശ വിജയമായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസവുമായിട്ടാണ് BJP നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കണ്ടതാണല്ലോ ധർമ്മടത്ത് പോയി അദാലത്ത് നടത്തിയതും പറവൂര് പോയി അദാലത്ത് നടത്തിയതും. ഫലം വന്നപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നിയമം തന്നെ എടുത്തു നോക്കാം. BJPയുടെ കോട്ടയായിരുന്ന നിയമം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന നായകന്റെ നേതൃത്വത്തിൽ BJP അത് അതിഗംഭീരമായി അസാധ്യമായി തിരിച്ചുപിടിച്ചു. മന്ത്രിയെയാണ് അവിടെ തോൽപ്പിച്ചത്. കഴക്കൂട്ടത്തേക്ക് വരാം. വികസന നായകൻ എന്ന പ്രതിച്ഛായയുമായി ഇറങ്ങിയ BJP അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് വിജയിച്ചു. ചാത്തന്നൂരിലേക്ക് വരാം. ഇവിടുത്തെ വിജയം BJP കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു നിർണായക ശക്തിയായി മാറി. അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഇതുകൂടാതെ 6 പ്രധാന മണ്ഡലങ്ങളിൽ BJP 2-ാം സ്ഥാനത്തെത്തി. വോട്ട് വിഹിതം 20% മുകളിലേക്ക് ഉയർന്നത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ തകിടം മറച്ചു. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും വോട്ട് ബാങ്കുകളിൽ BJP വലിയ വിള്ളൽ വീഴ്ത്തി. എങ്ങനെ ഒരു ലീഡർ ആകണമെന്ന് RC കാണിച്ചു തന്നു.
പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകളെ അദ്ദേഹം ഇരുമ്പ് മുഷ്ടി കൊണ്ടാണ് അടിച്ചമർത്തിയത്. എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നയിച്ചു എന്ന് തന്നെ പറയാം. ഇതൊന്നും കൂടാതെ ബി ജെ പിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ അതൊക്കെ തിരുത്താൻ വേണ്ടി അദ്ദേഹം നേരിട്ട് രംഗത്തിറങ്ങി. ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും എല്ലാം ഉണ്ടായിരുന്ന ഭീതി അകറ്റാൻ അദ്ദേഹം അവരുമായി നിരന്തരം സംവദിച്ചു. അതുപോലെ ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് നടത്തി കാണിക്കാൻ പോകുന്ന ബി ജെ പിയുടെ നയമാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ, സാങ്കേതിക വിദ്യയുടെ അഭാവം, ഇവയിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഇത് ബി ജെ പിക്ക് ഒരു പുതിയ സ്വീകാര്യത നൽകി. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് 2031 ബി ജെ പി കേരളം പിടിക്കും, ഭരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നത്? കേരളമല്ലേ, അതൊക്കെ ഇവിടെ നടക്കുമോ? 3 കിട്ടിയത് ഭാഗ്യമെന്ന് പറയുന്നവരോടാണ്. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട 5 കാരണങ്ങളുണ്ട്. ഇന്നത്തെ യുവതലമുറ പഴയകാല രാഷ്ട്രീയ വിവാദങ്ങളിലോ ജാതിമത സമവാക്യങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്നവരല്ല. സോഷ്യൽ മീഡിയയിലുണ്ട്. അവർക്കെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടത് തൊഴിലവസരങ്ങളാണ്, വികസനമാണ്, നല്ലൊരു ലൈഫ് സ്റ്റൈലാണ്. IT രംഗത്തും ടെക്നോളജിയിലും രാജീവ് ചന്ദ്രശേഖരനുള്ള അറിവും കഴിവും യുവാക്കളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു. 2031 ആകുമ്പോഴേക്കും ഇന്നത്തെ കൗമാരക്കാർ വോട്ടറാകും. അവർ തിരഞ്ഞെടുക്കുക വികസനത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കും. ഇന്നത്തെ നമ്മുടെ 2 മുന്നണികളുടെയും പതിവ് പല്ലവികൾ അവർക്ക് മനസ്സിലാകും. അതിന് പിന്നിലെ കള്ളത്തരങ്ങളും പൊള്ളകളും ഒക്കെ. LDFും UDFും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയതൊക്കെ ഇതിൻ്റെ സൂചനയാണ്. വിശ്വസിക്കാവുന്ന ഒരു 3ാം ബദൽ BJPയിലൂടെ ജനങ്ങൾ കാണുന്നുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് വിഹിതം ഇങ്ങനെ കുത്തനെ ഉയരുകയാണ്. 10% നിന്നും 20%ലേക്കും അവിടെ നിന്ന് 30%ലേക്കുമുള്ള വളർച്ച അതിവേഗത്തിലാണ്. 2031 ആകുമ്പോഴേക്കും BJP 35 മുതൽ 40% വരെ വോട്ട് വിഹിതം സ്വന്തമാക്കുമെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ഇത് ധാരാളമാണ്. കേരളത്തിന് വേണ്ടത് ആധുനിക ചിന്താഗതിയുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ്. അല്ലാതെ വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പഴയകാല നേതാക്കൾക്ക് പകരം വിഷണറി ആയൊരു നേതാവിനെ കേരളം ആഗ്രഹിക്കുന്നു. RC ആ വിടവ് നികത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം ദേശീയ തലത്തിൽ BJP കൂടുതൽ ശക്തിപ്പെടുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിലേക്കും എത്തുന്നു. ഓർക്കണം, 28 സംസ്ഥാനങ്ങളുള്ള രാജ്യത്തെ 22 സംസ്ഥാനവും കാവി പുതച്ചിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതോടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. കേരളം ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ്. ചെളിക്കുണ്ടിലെ താമര വിരിയൂ എന്ന് പറഞ്ഞവർ ഇന്ന് BJPയുടെ ഓരോ നീക്കവും ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ നായകൻ പകർന്നു നൽകിയ ഊർജം കേരളത്തിലെ ഓരോ BJP പ്രവർത്തകന്റെയും ഉള്ളിലുണ്ട്. അദ്ദേഹം കാണിച്ചു തന്നത് ഒരു കാര്യം മാത്രമാണ്: കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏത് കോട്ടയും തകർക്കാം. 2026 ഒരു ട്രെയിലർ മാത്രമാണ്, അല്ല, ടീസർ മാത്രം. 2031 വരാനിരിക്കുന്നത് ഒരു മെഗാ ഹിറ്റ് സിനിമയാണ്. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ കുതിപ്പ് 2031 കേരളത്തിന്റെ ഭരണം BJPക്ക് നൽകുമോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.